സ്തുതികാലങ്ങളിൽ ഇമ്പപ്പെടുന്നവനായ ദൈവത്തിന്റെ ശുദ്ധിമാന്മാരുടെയും ശുദ്ധമതികളുടെയും മധ്യസ്ഥതയ്ക്ക് ഏതോ ചിലം വാഴ്വുകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി അയച്ചു തരുന്ന സ്നേഹനിധിയായ കർത്താവ്, അവിടുത്തെ ദാസനും നമ്മുടെ കാവൽപിതാവുമായ വിശുദ്ധനായ സർക്കാരിന്റെ മധ്യസ്ഥതയിൽ അഭയം തേടിക്കൊണ്ട് ദൈവസന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന യാചനകളെ സ്വർഗത്തിൽ കൈക്കൊണ്ട് സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് വാഴ്വുകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി അയച്ചു തന്ന് നിങ്ങളെയും നിങ്ങൾക്കുള്ളവരെയും നിങ്ങൾക്കുള്ളതിനെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. ദൈവത്തിന്റെ നിങ്ങളുടെ അധ്വാനങ്ങളെയും പ്രയത്നങ്ങളെയും പ്രവർത്തനങ്ങളെയും വാഴ്ത്തി നിങ്ങൾക്കുള്ളതിനെ ഒന്നിന് 30, 60, 100 മേനിയായി അവിടുന്ന് വർദ്ധിപ്പിക്കുവാനാകട്ടെ. അസ്വസ്ഥതകളും അസമാധാനവും നിറഞ്ഞ ഈ ലോക ജീവിത യാത്രയിൽ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന് കൽപ്പിച്ചരുളി ചെയ്ത ദൈവമായ കർത്താവിന്റെ നിത്യമായ സമാധാനവും ശാന്തിയും നിങ്ങളോടും നിങ്ങളുടെ ഇടയിലും ഭവനങ്ങളിലും ദേശത്തും അവിടുന്ന് നിലനിർത്തുമാറാകട്ടെ. ദൂരെയും ചാനയുമായി ചെറിയ പാർക്കുന്ന സഭയെയും തന്റെ കരുണയുടെ ചെറുക്കൽ മറക്കട്ടെ. വാർദ്ധക്യത്തിലായിട്ടുള്ളവരെ താങ്ങട്ടെ, വിവാഹിതരെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ തലമുറ സൽസ്വഭാവത്തിലും സാക്ഷ്യത്തിലും ദൈവാനുഭവത്തിലും വളരുന്നവരായി തീരുമാനാകട്ടെ. ഇസ്രായേലിലെ അടിമത്തത്തിൽ നിന്ന് കനാനാട്ടിലേക്കുള്ള ദൈവജനത്തിന്റെ യാത്രയിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവരോടുകൂടെ ഇരുന്ന് അത്ഭുതകരമായി അനുഗ്രഹമായി വഴി നടത്തിയവനായ ദൈവത്തമ്പുരാൻ അനുദിനം നിങ്ങളോട് കൂടെ ഇരുന്ന് ആപത്തകർത്തങ്ങളോ ശാരീരിക മാനസിക സംഘർഷങ്ങളോ കൈശാശുപദ്രവങ്ങളോ കൂടാതെ തന്റെ കൃപയിലും കരുണയിലും കാത്തു പരിപാലിച്ച് വഴി നടത്തുവാനാകട്ടെ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അവകാശമാക്കിക്കൊള്ളുകയെന്ന് തന്റെ വലത്ത് ഭാഗത്തുള്ളവരോട് അരുളി ചെയ്യുന്ന ഇമ്പവും ആഗ്രഹമുള്ള ശബ്ദം കേൾക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് സന്നദ്ധയാകട്ടെ. ആയത് ദൈവമാതാവാകുന്ന പരിശുദ്ധ കന്യകമറിയാമ്മയുടെയും മലങ്കര സഭയുടെ സ്ഥാപകനും കാവൽപിതാവുമായ മാർത്തോമാശ്ലീഹായുടെയും നമ്മുടെ കർത്താവിന്റെ മുന്നോടിയും സ്ഥാനാപതിയുമായ ബാലയോഹാനോന്മത്താനായുടെയും പരിശുദ്ധ സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ പിതാക്കന്മാരുടെ പ്രത്യേകമായി ആരുടെ നാമത്തിൽ ഈ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നു, ഏത് പരിശുദ്ധന്റെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാകുന്നു ശ്രേഷ്ഠസാനായ മോഹനീയത്തിന്റെയും പ്രാർത്ഥനയാലും മധ്യസ്ഥതയാലും അപേക്ഷയാലും